നമസ്കാരം, ഞാൻ ശരത് പരമേശ്വർ. അർജുന്റെ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നാടകീയമായ കാര്യങ്ങളും കൂടെ അരങ്ങേറുന്നുണ്ട്. ഇന്ന് രാത്രി 11 മണി വരെ തിരച്ചിൽ ശക്തമായി ഊർജിതമായി ഉണ്ടായിരിക്കും എന്ന് അവിടുത്തെ മന്ത്രിയോ MLA ഒക്കെ വാക്കുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെല്ലാം അവിടെ നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥ ഉണ്ടായി. എന്നാൽ നിലവിൽ അവിടെ തിരച്ചിലെല്ലാം വൈകുന്നേരം തന്നെ അവസാനിപ്പിച്ചിട്ട് ഈ ബൂം എസ്കലേറ്റർ അടക്കമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റി വെച്ചു എന്നൊരു കാര്യം. അതിന് പുറമെ ഗുരുതരമായി കേരള സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ശക്തമായ രീതിയിൽ ഡ്രൈവർമാരുടെ പല സൈഡിൽ നിന്നുള്ള വിമർശനങ്ങളും അവർക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കർണാടകയുടെ MLA ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വിശദമായി ഇനി നാളെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എന്താണ് ഇപ്പം കണ്ടു എന്ന് പറയുന്ന ലോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റു വിഷയങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിലവിൽ ഈ യാത്രകൾ ദീർഘദൂര യാത്ര നടത്തുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കർണാടകയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാർ അനുഭവിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകൾ, അഥവാ സാമ്പത്തികപരമായിട്ടും മറ്റുള്ള പല രീതിയിലും അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഒരു ഡ്രൈവർ തന്നെ പറയുകയാണ്. അർജുന്റെ ഈ ഒരു അവസ്ഥ ഇനി നാളെ ഇവർക്ക് വരുമോ എന്നുള്ളൊരു ഭയവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഡൽഹിക്ക് എത്തണമെങ്കിൽ 78,000-80,000 രൂപ ചെലവാണ്. ഇവിടുന്ന് മൂത്രമായി ചെലവ് നമ്മുടെ ഓടിയെത്തൂല. സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വാക്ക് തരണം. അന്യ സംസ്ഥാനത്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിന്ന് ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. 50 മണിക്കൂർ 60 മണിക്കൂറിൽ ഞങ്ങൾ ജയ്പൂർ ഡൽഹി എത്തുമ്പോൾ 1 മണിക്കൂർ ഡിലേ വന്ന 5,500 രൂപ വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്യും. അതെന്റെ കൂലിക്കാശെന്നാണ് പോകുന്നത്. ഞങ്ങളിത് നിരപരാധികളാണ്. ഇത് മുതലാളിക്ക് അറിയേണ്ട ആവശ്യമല്ല, ഇത് കയറ്റി വിടുന്ന ബ്രോക്കർമാർക്ക് അറിയേണ്ട ആവശ്യമല്ല, ഇത് എടുക്കുന്ന ആ കടക്കാർക്ക് ഇത് അറിയേണ്ട ആവശ്യമല്ല. ഉസ്ക ചായ പൈസ കട്ട് കറോ, വാടാമ 5,000 കട്ട് കറോ, ഇങ്ങനെ 1-2 റുപ്യല്ല 30,000-40,000 രൂപ. ഒരു വണ്ടി ഡൽഹിക്ക് എത്തണമെങ്കിൽ 78,000-80,000 രൂപ ചെലവാണ്. ഇവിടുന്ന് മൂത്രമായി ചെലവ് ഞങ്ങളുടെ ഓടിയെത്തൂല. ഇത് അടിക്കുന്നത് ഞങ്ങൾ പലിശക്ക് എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അഡ്വാൻസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, ഇത് അവരുടെ ബുദ്ധിമുട്ടാണ് അവരുടെ പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാം. ഇതുപോലെ നമ്മുടെ ലോറി ഡ്രൈവേഴ്സ് മൊത്തത്തിൽ അവര് ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. പലതരത്തിലാണ് അവരുടെ ആവശ്യങ്ങളും ഗവൺമെന്റിനോടും ചോദിക്കുന്നത്. ഇതിനിടയ്ക്ക് തന്നെ മറ്റു പല ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും ഇന്ന് K. സുരേന്ദ്രൻ അടക്കം സംസാരിച്ചൊരു കാര്യം, അതായത് അദ്ദേഹം ഈ സമയത്താണ് സംസാരിച്ചത് പോലും കേരള ഗവൺമെന്റും അത് കോൺഗ്രസ് ഭരിക്കുന്ന തമിഴ്നാട് സർക്കാരിനെതിരെ സംസാരിക്കാത്തത് ഇന്ത്യ മുന്നണിയിൽ പെട്ടതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ കാര്യം സംസാരിക്കുന്നു. എന്തോ അറിയില്ല. എന്തായിരുന്നാലും ഈ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ KL രജിസ്ട്രേഷൻ വണ്ടി എവിടെ കണ്ടാലും കർണാടക പോലീസിന് ചൊറിച്ചിലാണ്. എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പരമാവധി പിഴിഞ്ഞേ വിടും. അതിന് ബൈക്കായാലും ലോറി ആയാലും എന്ന് അനുഭവത്തിൽ നിന്നും ഒരു കമന്റ്. ഇതുപോലെ 100% ശരിയാണ്. കർണാടക നാടുകൾ ചൂഷണത്തിന്റെ അങ്ങേയറ്റമാണ്. ഐ ഹേറ്റ് കർണാടക എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നു പലരും. കേരളം വിട്ടാൽ എല്ലാ സംസ്ഥാനങ്ങളിലും മോശം അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടാകാറ്. KL രജിസ്ട്രേഷൻ വണ്ടികൾ കണ്ടാൽ എല്ലാവർക്കും ചൊറിച്ചിലാണ്. കയ്യൂക്കിന്റെ നാവിന്റെ ബലത്തിൽ കടന്നു വന്ന അവസ്ഥകളാണ് കൂടുതൽ. സത്യം പറഞ്ഞാൽ ഈ ലോറി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളും കൂടെ സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട മാർഗങ്ങളും അതാത് സർക്കാരുകൾ, ഇപ്പം നമ്മുടെ നാഷണൽ പെർമിറ്റ് ലൈസൻസും വെച്ചുകൊണ്ട് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന അവരുടെ ദുരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന് അർജുന്റെ ലോറിയുടെ GPS വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സതീഷ് കൃഷ്ണ സെയിൽ MLA അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അർജുന്റെ ലോറിയുടെ GPS ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ തെറ്റാണ്. അഥവാ നമ്മൾ ഇതുവരെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വാർത്തകൾ അത് തെറ്റാണ്, അതൊക്കെ ഫേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ലോറിയുടെ GPS അവസാനമായി ലഭിച്ചത് അപകടമുണ്ടായതിന്റെ രാവിലെ 8:40 ഏതാണ്ട് 8:15 8 മണിക്ക് ശേഷം തന്നെയാണ് അപകടം നടക്കുന്നത്. എന്നാൽ 8:40 GPS അവസാനമായി ലഭിച്ചത്. അവസാനമായി എഞ്ചിൻ ഓണായത് പുലർച്ചെ 3:47 വെളുപ്പിന് 3:47 എഞ്ചിൻ ഓണായത് എന്ന് അദ്ദേഹം ഇന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ തിരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാത്രി 11 മണി വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യം പോലും അവർ മാറ്റിവെച്ചെന്ന് അവിടെ നിന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെല്ലാം അവിടെ നിന്ന് പിൻവാങ്ങി എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കാര്യം, കാർവാർ SP പറഞ്ഞൊരു കാര്യമാണ്, ലോറി അർജുന്റെ തന്നെയാണ് ഇപ്പൊ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അഥവാ ഒരു വടം, അഥവാ നമ്മുടെ ഈ ലോറിയില് വളരെ വലിയ ലോഡ് മരത്തടികളോ മറ്റുള്ള എന്തെങ്കിലും ലോഡ് ഗുഡ്സ് കയറ്റിക്കൊണ്ട് പോകുമ്പോഴേക്കും അതിനകത്ത് കെട്ടിവെക്കുന്ന സംഭവമാണ്. ആ ഒരു വടമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് അർജുന്റെ തന്നെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നാളെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുള്ള 20 മീറ്ററിന് താഴെ അർജുന്റെ വാഹനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
സോ അതിനൊരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോറി അർജുൻ്റെ തന്നെ ലോറി തലകീഴായാണ് കിടക്കുന്നത്. നാളെ ലോറിക്കടുത്തേക്ക് എത്താൻ വഴി തേടും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചേക്കുന്നത്. പിന്നെ ഇനി ഇതിന്റെ ദൗത്യം എങ്ങനെയാണ് ഇനി അടുത്ത് രൂപീകരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്ന് വെച്ചാൽ, ഭാരത് ബെൻസിന്റെ ട്രക്ക് കരയിൽ നിന്ന് 20 മീറ്റർ അകലെ പുഴയിൽ 15 മീറ്റർ ആഴത്തിൽ, അഥവാ കരയിൽ നിന്നും 20 മീറ്റർ അകലെ അതുപോലെ തന്നെ പുഴയിൽ നിന്നും 15 മീറ്റർ ആഴത്തിൽ തന്നെ ഉണ്ട്. ഏതാണ്ട് 20 മീറ്ററോളം ഒക്കെ മനസ്സിലായിരുന്നു. വളരെ നല്ല ആഴത്തിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. അത്രത്തോളം തന്നെ മണ്ണ് അതിന്റെ പുറത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒഴുക്കുള്ള വെള്ളത്തിലാണ് ഇത് നടക്കുന്നത്. ട്രക്ക് തലകീഴായി മറിഞ്ഞ നിലയിലാണ് എന്ന് കർണാടക പോലീസ് പറയുന്നു. കാലാവസ്ഥ മോശമായതിനാൽ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത് അടയാളം സ്ഥാപിച്ചു. നാളത്തെ തിരച്ചിലിന് ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു. ആ സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്ത് നാളത്തെ തിരച്ചിലിന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. പ്രഥമ പരിഗണന അർജുനെ കണ്ടെത്താൻ നേവിയുടെ സ്കൂബ ടീം വാഹനം പരിശോധിക്കും, ട്രക്ക് കരയ്ക്ക് എത്തിക്കുന്നതിന്. ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം നടക്കുന്നു. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം ശ്ലാഘനീയമായ അവരുടെ ഈ ഒരു സമയത്തുള്ള ഈ ഒരു ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിനെല്ലാം ഇത് പറയണം. എന്നാൽ ഇത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം, ഇത് കുറച്ച് മുൻപേ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് 9 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ മാത്രമാണ് നമ്മളെ മുമ്പിലേക്ക് എന്താണ് ബൂം എസ്കലേറ്റർ വരുന്നത്, മറ്റുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം വരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ഇത് വന്നിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ശരിക്കും പറഞ്ഞ് അലയടിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ, പുള്ളിക്കാരനെതിരെ ഭയങ്കര ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ അയാൾക്കെതിരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, തുടക്കത്തിൽ അദ്ദേഹവും നിങ്ങളും ഞാനും എല്ലാം നമ്മുടെ മുമ്പിൽ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അയാൾ സംസാരിച്ചത്. ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പോൾ പോലും കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു സംഭവം അടയാളപ്പെടുത്തിയത് പോലെ തന്നെ അവിടെയും നമ്മൾ നേരത്തെ ആ മണ്ണിടിഞ്ഞ സ്ഥലത്തും അവരെ അവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു, റഡാർ വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. സോ ഇന്ന് അൾട്രാസൗണ്ടാർ സിസ്റ്റം എന്തൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പുതുതായിട്ടുള്ള സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. സോ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന രഞ്ജിത്ത് ആണെങ്കിൽ പോലും അയാൾക്കും അയാളുടെ ഊഹങ്ങളും അതൊക്കെ വെച്ചിട്ടാണല്ലോ കാര്യങ്ങൾ പറയാൻ പറ്റുക. അങ്ങനെ അയാളുടെ ഒരു അടിസ്ഥാനത്തിൽ, അയാളുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർണ്ണയിച്ചു, മുന്നോട്ട് പോയി. സോ ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിന് കൈയടിച്ച് നിന്ന ആൾക്കാർ ഇന്ന് 2-3 ദിവസം പിന്നിടുമ്പോഴേക്കും, അഥവാ 9 ദിവസം പിന്നിടുമ്പോഴേക്കും അയാളെ തള്ളി പറഞ്ഞിരിക്കുന്നു. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തുള്ള എല്ലാവരും വലിയ ഡയലോഗ് അടിക്കുമെങ്കിലും ഇതിനകത്ത് ആ ദുരന്ത ഭൂമിയിലേക്ക് പോയി അവിടെ കാര്യങ്ങൾ ചെയ്ത ആ മഴയും കൊടും മഴയും ഒക്കെ നിറഞ്ഞ ഒരാളാണ്. അയാളൊരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. എനിക്കെന്തോ അതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. കാരണം ആ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഈ നിമിഷം വരെയും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച് ഒരാളെ പോലും തള്ളിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആരാണെങ്കിലും അവർ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിന് പ്രേക്ഷകരുടെ ലെവലിലേക്ക് വിടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് പറയുക. പിന്നെ പ്രഥമ പരിഗണന അർജുനെ കണ്ടെത്താനാണെന്നും നേവി സ്കൂബ ടീം വാഹനം പരിശോധിക്കും. ട്രക്ക് കരക്കെത്തിക്കുന്നത് പിന്നീട്. ഓക്കെ, ഇങ്ങനെയാണ്. അതിനകത്ത് നിന്ന് അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അത് അർജുന് എന്തായാലും അർജുന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം തെരച്ചിൽ നടക്കുന്നത്, ഊർജിതമായിട്ടുള്ള കാര്യം. സോ ആ ഒരു കാര്യമാണ്. ഇത്രയുമാണ് ഇന്ന് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ നാളത്തെ തെരച്ചിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. 9 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം നാളെയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും അവർ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും, നാളത്തെ ദിവസം എത്തിക്കും, നാളെ തന്നെ ഒരു ശുഭവാർത്ത ഏൽക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ എത്തി. ഓക്കെ, എന്തായിരുന്നാലും അവിടുത്തെ ഈ ഒരു തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ശക്തമായ മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ പ്രകൃതിയുടെ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് കണക്കിലെടുത്തേ പറ്റുള്ളൂ. അല്ലാതെ അവരെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മനുഷ്യരാണ് ചെയ്യുന്നത്, അത്രയും മനുഷ്യരാണ്. എങ്കിലും ഈ അവസാന നിമിഷം കണ്ട ഈ ഒരു ആർജവം ആദ്യമേ തുടക്കത്തിൽ കണ്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിമർശനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡ്രൈവർമാർ, ഇപ്പൊ ലോറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ, നമുക്കറിയാം ചരക്ക് ഗതാഗത മാർഗം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ഒരു കാര്യം ഒന്ന് ട്രെയിന്, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ട്രക്കുകൾ അഥവാ ലോറികൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ സ്ഥലങ്ങളിൽ നിന്നും ഇത്രയും ദൂരങ്ങളിലേക്ക് പോയി മറ്റു പല സാധനങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന അവരനുഭവിക്കുന്ന ആ ഒരു ദുരവസ്ഥയ്ക്കും കൂടെ എന്തായിരുന്നാലും ഈ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഇത് ഉണ്ടാവണം എന്നൊക്കെയാണ്. പക്ഷെ അറിയത്തില്ല. കാരണം ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ കേരള ആണെങ്കിലും കർണാടക ആണെങ്കിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അവിടെ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു വാഹനത്തിനോട് അല്ലെങ്കിൽ കേരളത്തിന്റെ KL രജിസ്ട്രേഷൻ വണ്ടി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. എന്തായിരുന്നാലും ഇത് വളരെ അലംഭാവപൂർവ്വമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നമ്മൾ ആദ്യം പറയുന്നു അദ്ദേഹത്തിന് അർജുന്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചൊരു കാര്യം അറിഞ്ഞിരുന്നു. സോ അതും മറ്റു പല കാര്യങ്ങളും കോൾ ചെയ്തത് കാര്യങ്ങളും റിങ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പം അവിടുത്തെ ഗവൺമെന്റ് ആ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. GPS ലൊക്കേഷൻ വരെ പറഞ്ഞ് തെറ്റായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. സോ എന്തായിരുന്നാലും നാളത്തെ ദിവസം
അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. അർജുൻ്റെ തിരിച്ചു വരവിനായിട്ട് തന്നെ കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ